അപ്പം ഇത് പാരഡോക്സ് ഓഫ് ചോയ്സിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പം ഒരു ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻസിൻ്റെ വാല്യൂ എത്രമാത്രമെന്ന് നിങ്ങൾക്കറിയാം. ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിലാവട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണതിലാവട്ടെ, തുടങ്ങി വലിയ വലിയ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട നമ്മൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ, ഒരു കുപ്പ എടുക്കണതിൽ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണോ അതോ വെറും ചോറ് കഴിക്കണോ അതിലൊക്കെ കൺഫ്യൂഷൻസ് ഇരിക്കുകയാണെങ്കിൽ എത്രമാത്രം നെഗറ്റീവിൽ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതേ ഡിസിഷൻ പാറ്റേൺ ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിലും ഉണ്ടാവുക. അപ്പോൾ ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം? അതായത് ഇനി മുതൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ടൈം ലിമിറ്റ് വെക്കാൻ നോക്കുക. അതായത് 4 മണിക്ക് കയറി ഡ്രസ്സ് എടുക്കാൻ നോക്കുന്ന ആൾ 4 മണിക്ക് കയറിയിട്ട് ഒരു 4:15 ആകുമ്പോൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇറങ്ങുമെന്നുള്ളൊരു ടൈം ലിമിറ്റ് വെക്കുക. അതുപോലെ ആ ടൈം ലിമിറ്റിൻ്റെ കൂടെ വെക്കുക, ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, അതെടുത്തു. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ എടുക്കാൻ പോയാൽ നിങ്ങൾ ഐഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഐഫോണിലേക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആവുക. ബാക്കോട് നോക്കിയിട്ട് ഐഫോണിൻ്റെ വില കുറവില്ല, നല്ല ഫീച്ചേഴ്സിലെ ഫോൺ ഉണ്ട് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നതിന് പകരം ഐഫോൺ സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് മതി, അതിനപ്പുറത്ത് വരില്ല എന്ന് ഒരു ചോയ്സ് അപ്പുറത്തേക്ക് ഇല്ലാന്നിട്ട് ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ, അത് താൻ എടുത്തു എന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാം. ബാക്കോട്ടൊക്കെ നോക്കി കൺഫ്യൂഷൻ ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫുഡ് കഴിക്കുന്നത്, ഡ്രസ്സ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റാക്കി വെക്കുക ഡിസിഷൻ്റെ കാര്യത്തിൽ. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം കൊടുക്കുന്നതിന് പകരം ചെറിയ ടൈം കൊടുത്തിട്ട് സംഭവങ്ങൾ പെട്ടെന്ന് സടപടാ ചെയ്യാൻ നോക്കുക. അതായത് ഓവർ ടൈം നമ്മൾ ചെറിയ കാര്യങ്ങൾ, ഇന്ന് ഫുഡ് കഴിക്കണോ, ഇന്ന് ഇത് ഡ്രസ്സ് ഇടണോ, അതിന് മാത്രം ടൈം ഓവർ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഒരു ഓട്ടോമാറ്റിക്കലി ടൈം മെത്തേഡ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് മുന്നോട്ടേക്ക് പോകാൻ നോക്കുക. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുക്കാൻ കുറേ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ നാളെ നേരത്തെ പറഞ്ഞ പോലെ വലിയ എടുക്കാൻ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതിനുള്ള ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഡിസിഷൻസിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ മാറി തുടങ്ങും. അപ്പോൾ ഒക്കെ ശരിയാവുന്നു. ശരി എന്നാൽ.